കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന. ഒരിക്കൽ കൂടെ പ്രഭാത സന്ദേശവുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത് വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്തോത്രം ചെയ്യുക. രണ്ട് ചിന്തകൾ ശ്രദ്ധിക്കണം. ഒന്ന്, ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക എന്നുള്ള ഒരു തലം അല്ലേ. 4-ാം അധ്യായത്തിലേക്കും 5-ാം അധ്യായത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് രണ്ട് ചിന്തകൾ വ്യക്തമാണ്. ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത, അപ്പോൾ തന്നെ കൃപയുടെ ആഴം, ഇതൊക്കെ വളരെ വിശദീകരിച്ച് പറയപ്പെടുന്നു. അതിൽ പറഞ്ഞു വരുന്ന സമയത്ത് രണ്ട് സന്തതികളെ കുറിച്ച് പറയുന്നത്. അബ്രഹാമിന് കിട്ടിയ രണ്ട് സന്തതികളിൽ ഒന്ന് ജഡത്തിന്റെ സന്തതി, രണ്ട് വാഗ്ദത്ത സന്തതി. അപ്പൊ ഈ രണ്ട് സന്തതികളും ജനിച്ചത് രണ്ട് സ്ത്രീകളിലാണ് അല്ലെ. ഒന്ന് സാറായില് ജനിക്കുന്നത് വാഗ്ദത്ത സന്തതിയും ഹാഗറിൽ ജനിക്കുന്നത് ജഡത്തിന്റെ സന്തതിയുമാണ്. ഹാഗറിനെ അടിമയായിട്ടാണ് കണക്കുന്നത്, അല്ലെങ്കിൽ സെർവന്റ്, ദാസിയായിട്ടാണ്. എന്നാൽ സാറായി അങ്ങനെയല്ല. സാറായി വാഗ്ദത്തത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ ഭാര്യയാണ്. അപ്പൊ സാറായിൽ നിന്ന് ജനിക്കുന്ന ഇസഹാക്ക് എന്ന സന്തതി വാഗ്ദത്ത സന്തതിയാണ്. എന്നാൽ അവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് അബ്രഹാമിന്റെ ഭൗതിക ഇഷ്ടം നിറവേറുന്നതായിട്ടൊക്കെ നമുക്ക് ആ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. കാര്യം സകലത്തിലും ദൈവാലോചന ചോദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. ഒരു കാര്യത്തിൽ പോലും ദൈവത്തിന്റെ ഹിതം വിട്ട് മാറിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, ഈ ഒരു വിഷയം ഒഴിച്ചാൽ. എന്നാൽ ഇതിൽ സാറായിക്ക് വാഗ്ദത്ത സന്തതി ലഭിക്കുവാൻ താമസിച്ചപ്പോൾ സാറായിയുടെ ഒരു നിർദ്ദേശമായിരുന്നു. സ്വത്രം സാറായിയാണ് പറയുന്നത്, നമുക്കൊരു തലമുറ ഹാഗറിൽ കൂടെ ലഭ്യമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞ് പെർമിറ്റ് ചെയ്യുന്നത് ഹാഗർ തന്നെയാണ്. പിന്നത്തെ ഹാഗർ അത് ആ വാക്കുകളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ചെടുക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ. എന്നാൽ അബ്രഹാമിന്റെ ഭാഗത്ത് വന്നൊരു വീഴ്ച എന്ന് പറയുന്നത്, എല്ലാ കാര്യത്തിലും ദൈവഹിതം അന്വേഷിക്കുന്ന അബ്രഹാം ഭാര്യ പറഞ്ഞ ഈ വാക്കിൽ മാത്രം ദൈവഹിതം അന്വേഷിക്കാതെ, സ്തോത്രം, ദൈവാലോചന ശ്രദ്ധിക്കാതെ, പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞ ഈ വാക്യം വായിച്ച വാക്യത്തെ പ്രതി നമ്മൾ പറഞ്ഞാൽ ആത്മാവിനെ അനുസരിക്കാതെ ജഡത്തിന്റെ മോഹം നിവർത്തീകരിക്കപ്പെടുവാനിടയായി. ജഡത്തിന്റെ മോഹം നിവർത്തീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? അതിനകത്ത് സംഭവിച്ചൊരു കാര്യമാണ്, ജഡത്തിന്റെ സന്തതി കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ അബ്രഹാമിന്റെ തലമുറയിലേക്ക് വെളിപ്പെട്ട് വരുവാനിടെ. പിന്നത്തതിൽ ഇസ്രായേലിനാകട്ടെ ലോകത്തിനാകട്ടെ ബുദ്ധിമുട്ടിനും വേദനയ്ക്കും പ്രയാസത്തിനും ഒക്കെ കാരണമായ ഒരു തലമുറയായി ഇസ്മായേലിനും അവന്റെ സന്തതിയും മാറുന്നതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്. എന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലെ, ഒരു കാര്യം ഞാൻ ഈ ദൂതിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിനെ അനുസരിച്ചാൽ ജഡത്തിന്റെ മോഹം നിവർത്തീകരിക്കപ്പെടത്തില്ല. ഇനി ആത്മാവിനെ അനുസരിക്കാതെ ജഡത്തിന്റെ മോഹത്തിലേക്ക്, അല്ലെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടത്തിലേക്ക്, സ്വന്തമായ താല്പര്യത്തിലേക്ക് നിങ്ങൾ പോയാൽ സംഭവിക്കുന്നത് ഇസ്മായിലിനെ പോലുള്ള ജഡത്തിന്റെ സന്തതികൾ, ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ വാഗ്ദത്ത സന്തതിക്ക് ഇടങ്കോലിടുന്ന, വാഗ്ദത്ത സന്തതിയെ തകർക്കാനുള്ള, വാഗ്ദത്ത സന്തതിയെ ഉടയ്ക്കാനുള്ള, സ്തോത്രം, ഒരു ഇസ്മായേല്യൻ ജനിക്കണമെങ്കിൽ അതിനെ ആത്മാവിനെ അനുസരിക്കാതിരിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നീ ആത്മാവിനെ അനുസരിച്ചാൽ വാഗ്ദത്ത തലമുറകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവരും. അതിനുവേണ്ടി നമ്മുടെ വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം സമർപ്പിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്കായി ചലിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. 1000ങ്ങളിലേക്ക് 10,000ങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.